ചേട്ടാ, ഒരു സവാരി പോകണം. ഓട്ടോറിക്ഷയുടെ ബാക്ക് സീറ്റിൽ ചാരിക്കിടന്ന് മൊബൈൽ കണ്ടുകൊണ്ടിരുന്ന ദിനേശൻ ആ പെൺകുട്ടി പറഞ്ഞത് കേട്ട് അവിടെ നിന്നിറങ്ങി മുൻസീറ്റിലേക്ക് വന്നിരുന്നു. എങ്ങോട്ടാ മോളെ പോകേണ്ടത്? കടൽ പാലത്തിലേക്ക്. ഈ പാതിരാത്രിയിലോ? അവിടെ ഇപ്പോൾ ആരും ഉണ്ടാകില്ല മോളെ. സാധാരണ വൈകുന്നേരം 6 മണി വരെ ആളുകൾ അവിടെ നിൽക്കാറുള്ളൂ. ആ പാലത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് സൺസെറ്റ് കാണാൻ നല്ല രസമാണ്. അതൊന്നും സാരമില്ല, ചേട്ടൻ എന്നെ അവിടെ കൊണ്ടുവിട്ടാൽ മതി. അവൾ കടുപ്പിച്ച് പറഞ്ഞത് കേട്ട് ദിനേശൻ റിയർ മീറ്ററിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവളുടെ മുഖം വലിഞ്ഞ് മുറുകിയിരിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. അല്ല, മോള് തനിച്ചേ ഉള്ളോ അതോ ഫ്രണ്ട്സ് ആരെങ്കിലും അവിടെ വന്ന് നിൽപ്പുണ്ടോ? നിങ്ങളെന്തിനാ അതൊക്കെ അറിയുന്നത്? സവാരി പോകുന്ന യാത്രക്കാരൊക്കെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയണമെന്ന് നിർബന്ധം വല്ലതുമുണ്ടോ? അപ്രതീക്ഷിതമായ അവളുടെ മറുപടി അയാളെ സ്തബ്ധനാക്കി. സോറി മോളെ, എനിക്കും നിന്നെ പോലൊരു മോളുണ്ട്. ഒറ്റയ്ക്കൊരു പെൺകുട്ടി ഈ അസമയത്ത് ആളൊഴിഞ്ഞ കടൽപ്പാലത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരച്ഛൻ്റെ ഉത്കണ്ഠ കൊണ്ടാണ് ഞാൻ മോളോട് അങ്ങനെ ചോദിച്ചത്. ജീവിതം അടുത്ത പലരും എടുത്തു ചാടി ആത്മഹത്യ ചെയ്യാനുള്ള സ്ഥലമായതുകൊണ്ട് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങൾ പോലും ആ വഴിക്ക് പോകാറില്ല. മോള് പറഞ്ഞതുപോലെ ഒരു ഓട്ടോ ഡ്രൈവർ സവാരി പോകുന്നവരുടെ ഡീറ്റെയിൽസ് അറിയുന്നത് എന്തിനാണ്? അവർ കൂലി തരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരെ? സോറി എങ്കിൽ, ഞാൻ സങ്കടം ഉള്ളിലുള്ളത് കൊണ്ട് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. അത് കേട്ട് ദിനേശൻ്റെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി. അപ്പോൾ ഈ കുട്ടിയും ആത്മഹത്യ ചെയ്യാനുള്ള ഒരുക്കത്തിൽ തന്നെയാണല്ലോ ഈശ്വര. അതിന് കാരണം മറ്റൊന്നുമായിരിക്കില്ല, പ്രേമനൈരാശ്യം തന്നെ അയാൾ ഊഹിച്ചു. അല്ലേ, മോളെന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? ആരെങ്കിലും തേച്ചിട്ട് പോയി കാണുമല്ലേ? രണ്ടും കൽപ്പിച്ചയാൾ അവളോടങ്ങനെ ചോദിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവൾ ഞെട്ടിപ്പോയി. തൻ്റെ ഉദ്ദേശം അയാൾക്ക് മനസ്സിലായെന്ന് അവൾക്ക് ബോധ്യമായി. മോള് പേടിക്കേണ്ട കേട്ടോ, ഒരാൾ മരിക്കാൻ തീരുമാനിച്ചാൽ അയാളെ ആർക്കും പിന്തിരിപ്പിക്കാനാവില്ലെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ മോളെ അങ്ങോട്ട് കൊണ്ടുപോയില്ലെങ്കിലും മറ്റേതെങ്കിലും വിധേന മോൾ ലക്ഷ്യത്തിലെത്തിയിരിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. 2-3 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കരയിൽ മോളുടെ ഡെഡ് ബോഡി അടിഞ്ഞിട്ടുണ്ടെന്ന വാർത്ത കേൾക്കുമ്പോൾ മോള് മരിച്ചതിന് തക്കതായ കാരണമുള്ളത് കൊണ്ടായിരുന്നെന്ന് എനിക്ക് തന്നെ സ്വയം സമാധാനിക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ചോദിച്ചത്. താൻ മരിക്കാൻ പോവുകയാണെന്നറിഞ്ഞിട്ടും അയാൾ വളരെ രാഘവത്തോടെ സംസാരിക്കുമെന്ന് കേട്ട് അവൾക്ക് അത്ഭുതം തോന്നി. അങ്കിള് പറഞ്ഞത് ശരിയാ, ഞാൻ മരിക്കാൻ തന്നെ പോവുക. അങ്കിൾ ഉദ്ദേശിച്ച പോലെ ജീവന് തുല്യ സ്നേഹിച്ചയാൾ എന്നെ ചതിച്ച് മറ്റൊരുവളെ വിവാഹം കഴിച്ചു. അതറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊരു തീരുമാനമെടുത്തത്. അത് ശരി. മോൾക്ക് വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും അനുജത്തിയും. ഓക്കെ, ഈ പറയുന്നയാളുമായി മോൾക്ക് എത്ര നാളത്തെ ബന്ധമുണ്ട്? 3 മാസം മുമ്പ് ഞങ്ങൾ ഒരു ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാണ്. ഒടുവിലത് ഒരിക്കലും പിരിയാൻ പറ്റാത്ത വിധത്തിലുള്ള ബന്ധമായി. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഞാനത് വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ അച്ഛനും അമ്മയും എതിർത്തെങ്കിലും പിന്നീട് അവർ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയതായിരുന്നു. പക്ഷേ അവൻ്റെ അമ്മ വലിയ സ്ത്രീധനം ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛനത് കൊടുക്കാൻ വിസമ്മതിച്ചു. ആ ഒറ്റ കാരണം കൊണ്ടാണ് അവൻ വേറെ വിവാഹം കഴിച്ചത്. എൻ്റെ അമ്മയും അച്ഛനും ശ്രമിച്ചിരുന്നെങ്കിൽ അവൻ്റെ വീട്ടുകാർ ചോദിച്ച സ്ത്രീധനം നൽകി എൻ്റെ വിവാഹം നടത്താമായിരുന്നില്ലേ? അപ്പോൾ അവന് മാത്രമല്ല, എൻ്റെ പേരൻസിനും എന്നോട് തീരെ സ്നേഹമില്ല. അതുകൊണ്ടല്ല എങ്കിൽ അവരാരും എൻ്റെ സ്നേഹത്തിന് വില കൽപ്പിക്കാഞ്ഞത്. ശരിയാ മോളെ, നിന്നോടവന് ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ സ്ത്രീധനം ചോദിച്ച അമ്മയുടെ വാക്ക് കേൾക്കാതെ നിന്നെ അവൻ ഏത് വിധേനയും സ്വന്തമാക്കിയേനെ. അപ്പോൾ അവന് നിന്നോടായിരുന്നില്ല, നിൻ്റെ സ്വത്തിനോടായിരുന്നു ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് അവനെ തോൽപ്പിക്കാൻ നീ ജീവന് എടുക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നിൻ്റെ മരണം അവനെ ഒരിക്കലും വേദനിപ്പിക്കാൻ പോകുന്നില്ല. പക്ഷേ ഞാനതല്ല ചിന്തിക്കുന്നത്. നിങ്ങളുടെ വിവാഹത്തിന് ആദ്യം സമ്മതിച്ച അച്ഛൻ സ്വത്ത് കൊടുക്കേണ്ടി വരുമെന്നായപ്പോൾ പതിയെ അതിൽ നിന്ന് പിന്മാറി സ്നേഹമുള്ള അച്ഛനായിരുന്നെങ്കിൽ തൻ്റെ കുടുംബം വിറ്റിട്ടാണെങ്കിലും സ്വന്തം മകളെ അവൾക്കിഷ്ടപ്പെട്ട പയ്യനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിച്ചേനെ. അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ മോളെ, എനിക്ക് തോന്നുന്നത് നീ അവരുടെ സ്വന്തം മോളല്ലെന്നാണ്. നിനക്കൊരു അനുജത്തി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതായിരിക്കും അവരുടെ സ്വന്തം മകൾ. നിന്നെ അവർ ദത്തെടുത്തതായിരിക്കും. നീ ആരുടെയെങ്കിലും കൂടെ പോവുകയാണെങ്കിൽ അവരുടെ സ്വന്തം മകൾക്ക് സ്വത്തുക്കളെല്ലാം കൊടുക്കാമെന്ന് കരുതി കാണും. അതുകൊണ്ട് അവരും നീ മരിച്ചാൽ സന്തോഷിക്കുകയുള്ളൂ. നോ, അവൾ അലറുകയായിരുന്നു. ഇല്ല, ഞാനിവിടെ സ്വന്തം മകൾ തന്നെയാണ്. അനുജത്തിയേക്കാൾ അവരെന്നെയാണ് കൂടുതൽ സ്നേഹിച്ചത്. എനിക്കാണ് അവർ ആവശ്യപ്പെടുന്നതെന്തും വാങ്ങി തന്നിരുന്നത്. ഞാൻ ഉപയോഗിച്ച് പഴകിയത് മാത്രമാണ് എപ്പോഴും എൻ്റെ അനുജത്തിക്ക് കൊടുത്തിരുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം കഴിഞ്ഞ് ഏറെ നാളുകൾക്ക് ശേഷം ഞാൻ ആറ്റുനോറ്റുണ്ടായതാണെന്ന് പറഞ്ഞ് ഇപ്പോഴും അവരെന്നെ താലോലിക്കാറുണ്ട്. എനിക്കെപ്പോഴും അമ്മ ആഹാരം വാരിത്തരുമ്പോൾ അനുജത്തി കുശുമ്പ് തോന്നാറുണ്ട്. ഞാൻ വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വരാൻ അല്പം വൈകിയാൽ അച്ഛൻ എന്നെയും തിരക്കി ഇറങ്ങും.
പാവം അച്ഛനും അമ്മയും ഇപ്പോൾ എന്നെ കാണാതെ നാട് മുഴുക്കി അന്വേഷിച്ച് നടക്കുകയായിരിക്കും. എങ്കിൽ അവർ കുറച്ച് വേദനിക്കട്ടെ. ദാ പാലമെത്തി, മോള് പോയി വേഗം ആത്മഹത്യ ചെയ്തോളൂ. മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്ത അച്ഛനും അമ്മയും നിന്റെ മരണവാർത്ത അറിഞ്ഞ് നീറി ചാവണം. ഇല്ല, എനിക്കവരെ വേദനിപ്പിക്കാനാവില്ല. അങ്കിള് വണ്ടി തിരിച്ചു വിടും. എനിക്കെൻ്റെ വീട്ടിൽ പോകണം. ഞാൻ ചെല്ലാൻ താമസിക്കും തോറും അവർ തളർന്നു പോകും. അത് കേട്ട് ദിനേശന് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ചില കാര്യങ്ങൾ ചിലരോട് നേരെ ചൊവ്വെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അയാൾ അങ്ങനെയൊരു കുറുക്കുവഴി തേടിയത്. പിന്നെ ഒട്ടും വഴിയാതെ ആ പെൺകുട്ടി പറഞ്ഞ സ്ഥലത്തേക്ക് അയാൾ ഓട്ടോറിക്ഷ പറത്തി വിട്ടു.